ഹായ് എവ്രി വൺ, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്. ഇത്രയും നാൾ ഞാൻ എവിടെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ചിലരെങ്കിലുമൊക്കെ എന്നോട് പേഴ്സണലി അറിയാവുന്നവരൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. ആക്ച്വലി ഈ ഇയറിൽ എനിക്ക് ഒരു ജോലി കിട്ടി. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഭരതനാട്യം ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. സോ ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. ഒട്ടും സമയമില്ല. നമ്മുടെ മാതങ്കിലെ ക്ലാസ്സും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. അപ്പോൾ ഇന്നൊരു രാവിലെ ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നയന ചേച്ചിയാണ്. നയന ചേച്ചിയുടെ മോളാണ് ഇത്, ആമിക്കുട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കാറിനാണ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത്. അവൾക്കിന്ന് ഹോളിഡേ ആയതുകൊണ്ട് സ്കൂളിൽ ഞങ്ങളിന്ന് കാറിന് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ എന്നോട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നയന ചേച്ചി നല്ലൊരു പ്രോ ഡ്രൈവറാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയായിരുന്നു അന്നത്തെ ദിവസം. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്നൊരു ശങ്കര ജയന്തിയാണ് യൂണിവേഴ്സിറ്റിയിൽ. അതിൻ്റേതായ കുറച്ച് ആഘോഷങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, പിന്നെ നല്ല വെയിൽ വരും. അങ്ങനെയുള്ള കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പോവുമായിരുന്നു. ഞാനിപ്പോൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുവേ. രാത്രി നല്ല ലേറ്റ് ആവും എത്താനായിട്ട്. എസ്പെഷ്യലി വെനസ്ഡേ നല്ല ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു വെനസ്ഡേ ആണ് ഇന്ന് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. നല്ല ഭംഗിയുള്ളൊരു ക്യാമ്പസാണ്. ഉള്ളിൽ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു ആംബിയൻസ് ആണ് ഫുള്ളായിട്ട്. നിങ്ങൾക്ക് ഉള്ളിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നല്ല ഭംഗിയുള്ള റോഡുകളും മരങ്ങളൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ കൂത്തമ്പലം. ഇവിടെയാണ് നമ്മളുടെ ഡാൻസ് ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കൂത്തമ്പലത്തിലെ ഒരു വിങ്ങാണിത്. ഇതുപോലത്തെ 4 വിങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെത്തി ജസ്റ്റ്. പിന്നെ അവർ ചേച്ചിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ആളവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഏട്ടനെ കൂട്ടിയിട്ട് അവർ ഫുഡ് കഴിക്കാൻ പോയി. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക. കാരണം അതിരാവിലെ ഇറങ്ങുന്നതല്ലേ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ദോശ പോലത്തെ ഒരു ലുക്കായിരിക്കും. കാരണം ഞാൻ ദോശ പോലെ വെള്ളയപ്പത്തിൻ്റെ മാവ് ദോശച്ചട്ടിയിൽ ഇങ്ങനെ പരത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു തരത്തിലുള്ള അപ്പമാണ് കേട്ടോ ഇന്ന്. വെള്ളയപ്പത്തിൻ്റെ ലുക്കില്ലാന്നേ ഉള്ളൂ. ചേച്ചിനൊക്കെ എടുത്ത് കഴിഞ്ഞു ഞാൻ നേരത്തെ. ആമി ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് കാറിനാ വന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുമായിരുന്നേ. അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ 2 ദിവസമായിട്ടുള്ള ആഘോഷമാണ്. അവിടെ നിന്ന് ഫസ്റ്റ് നമ്മളുടെ ഡാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണേ.
പ്രോഗ്രാമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അവിടെ ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തോട്ട്ഫുള്ളായിട്ടുള്ള കുറേ പെയിൻറ്റിങ്സൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അതുപോലെയുള്ള അവരുടെ കുറച്ച് ആർട്ട് വർക്കുകൾ ഒരു എക്സിബിഷൻ ആയിട്ട് അവർ റെഡിയാക്കിയേക്കുമായിരുന്നു. അതൊക്കെ കണ്ടു. ഞങ്ങളതൊക്കെ ആസ്വദിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. കുറേ പിക്ചേഴ്സൊക്കെ, കാരണം പല പല കോൺസെപ്റ്റുകളൊക്കെയാണല്ലോ, അതൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ആംബിയൻസ് ആണെന്ന്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ജസ്റ്റ് നല്ല രസമാണ് ആ സൈഡിൽ കൂടെ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. സ്റ്റാഫ് റൂമിൽ കുറേ പേരുടെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല രസമാണ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ്സസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഈവനിങ് അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3:30 നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ എനിക്കിന്ന് മാതങ്കിലേക്ക് പോകേണ്ട ദിവസമായതുകൊണ്ട് ഞാൻ വേഗം തന്നെ 3:30 അവിടെ നിന്ന് ഊബർ എടുത്തിട്ട് ആലുവ മെട്രോയിലേക്ക് പോവാണ്. അങ്ങനെയാണ് ഞാൻ കാക്കനാടേക്ക് പോകുന്നത്. അപ്പോൾ വേഗം നമ്മുടെ എയർപോർട്ട് റൂട്ടൊക്കെ വന്ന് ബ്ലോക്ക് ഇല്ലാതെ അങ്ങനെ പെട്ടെന്ന് കയറി വരാനായിട്ട് അങ്ങനെ കയറി വന്നിട്ട് മെട്രോ ഒക്കെ പിടിച്ചിട്ടാണ് മാതങ്കിലേക്ക് എത്തണേ.
അങ്ങനെ ഫൈനലി ഞാൻ മാതങ്കിയിലെത്തി. ആക്ച്വലി ഒരു 10 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. മെട്രോ ഇറങ്ങി കഴിഞ്ഞിട്ടും നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ വേഗം തന്നെ എത്തി. ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4:30 to 7:30 വരെയാണ്. എനിക്ക് 2 ബാച്ചുകളാണ് മാതങ്കിയിലുള്ളത്. അതിനുശേഷം വീട്ടിലേക്ക് ബസ് കയറാണ്. ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് തിരിച്ചു പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടുന്ന് ബസ് കയറി. അവിടെയും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. എടപ്പള്ളിയൊക്കെ കഴിഞ്ഞ് കിട്ടാനായിട്ട് നല്ലോണം ബുദ്ധിമുട്ടി. ബസ്സിലൊക്കെ നിറയെ സ്ത്രീകളും ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. രാത്രിയാണെങ്കിലും നമ്മുടെ എറണാകുളത്തു നിന്നാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വുമൺ കമ്മ്യൂണിറ്റി നന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടില്ല, അച്ഛൻ എന്നെ കൂട്ടാൻ വന്നു. അപ്പോൾ അച്ഛൻ ജസ്റ്റ് ഹൈവേയിലവിടെ നമ്മളവിടെ പണി നടക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലേക്ക് എത്താനായിട്ട്. ഓൾമോസ്റ്റ് 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അച്ഛൻ 2 വീലറായിട്ട് വന്നു എന്നെ കൂട്ടാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുക, വേഗം വിശന്നിട്ട് വയ്യായിരുന്നു. എന്തെങ്കിലും കഴിക്കുക, കിടന്നുറങ്ങുക, ആ ഒരൊറ്റ പ്ലാനേ ഉള്ളൂ ഇനി. അത്രയും ടയേർഡായിരിക്കും നമ്മൾ. ഓൾമോസ്റ്റ് 10 ആയി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു സാധാരണ വെനസ്ഡേ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ ഓൾ.